ഹായ്, നമ്മളേവരും കാത്തിരുന്ന SBI PO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഡിസംബറിൽ തന്നെ SBI ക്ലർക്കും ഇപ്പോൾ നമ്മുടെ SBI PO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SBI അസിസ്റ്റന്റ് മാനേജറാനുള്ള അവസരമാണ് നിങ്ങൾക്ക് SBI തന്നിട്ടുള്ളത്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യമായി ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് മുതൽ എന്ന് വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, 2024 ഡിസംബർ 27 അല്ലെങ്കിൽ ഇന്ന് മുതൽ ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങുകയാണ്. ഇത് എൻഡ് ചെയ്യുന്നത് 2025 ജനുവരി 16 വരെയാണ്. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ് 2024 ഡിസംബർ 27 മുതൽ 2025 ജനുവരി 16 വരെ. നമുക്ക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ടെൻറ്റേറ്റീവ് ഡേറ്റ്സിന്റെ ഒരു ഷീറ്റാണ് ഈ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ 27 മുതൽ 2025 ജനുവരി 16 വരെ. ഇതേ ഡേറ്റ് തന്നെയാണ് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യാനുള്ള ഡേറ്റ്. ഇനി നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ PO അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് നമുക്ക് 3 ഘട്ടമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. ആദ്യം ഒരു പ്രിലിംസ് എക്സാം ഉണ്ട്, അതിനുശേഷം നമുക്ക് മെയിൻസ് എക്സാം ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഓൺലൈനായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് 2025 മാർച്ച് 8, 15 തീയതികളിലായിരിക്കും. മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് 2025 ഏപ്രിൽ, മെയ് മാസത്തിലായിരിക്കും. കൃത്യമായൊരു തീയതി പറയുന്നില്ല, മാസമാണ് പറയുന്നത്. പിന്നീട് വരുന്നത് നമുക്ക് സൈക്കോമെട്രിക് ടെസ്റ്റും അതുപോലെ ഇന്റർവ്യൂ, ഗ്രൂപ്പ് എക്സസൈസ് ഒക്കെ വരുന്നത് മെയ്, ജൂൺ മാസത്തിലായിരിക്കും. മെയ്, ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് റിസൾട്ടും പബ്ലിഷ് ആവും. അപ്പം കൃത്യമായിട്ട് നമുക്ക് ആ എക്സാം ഷെഡ്യൂൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് മാർച്ച് 8, 15 തീയതികൾ പ്രിലിംസും, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മെയിൻസും, മെയ്, ജൂൺ മാസങ്ങൾ ഇന്റർവ്യൂവും, മെയ് മാസത്തിൽ തന്നെ അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് റിസൾട്ടും വരും. അപ്പോൾ ഇത്രയും കൃത്യമായിട്ടൊരു എക്സാം പാറ്റേൺ നമുക്ക് കാണുന്നത്. കാരണം ബാങ്ക് എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ പ്രിവിലേജ് അത് ബാങ്ക് എക്സാംസിന് മാത്രമായിട്ടുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ വേക്കൻസീസ്. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എത്ര വേക്കൻസി ഉണ്ടെന്ന്. ഇത്തവണ SBI PO നമ്മളെ ചെറുതായിട്ടൊന്ന് നിരാശപ്പെടുത്തി. കഴിഞ്ഞ തവണ ഏകദേശം ഒരു 2000 അടുത്ത് വേക്കൻസി ഉണ്ടായിരുന്നു. ഇപ്പം ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്ന 600 വേക്കൻസീസ് ആണ് ടോട്ടൽ. വേക്കൻസീസ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നേക്കുന്ന ടോട്ടൽ വേക്കൻസി 600 ആണ്. ഇനി നമുക്ക് എന്താണ് ഏജ് കാറ്റഗറി, അല്ലെങ്കിൽ ഏതൊക്കെ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് വന്നേക്കുന്നത്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1994 ഏപ്രിൽ 2 മുതൽ 2003 ഏപ്രിൽ 1 വരെ ആ ഡേറ്റ് ഉൾപ്പെടുത്തിയുള്ള ആ ഒരു ഏജ് കാറ്റഗറി വരുന്ന ആൾക്കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എല്ലായിടവും പറയുന്ന പോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, PWBDക്ക് 10 വർഷം. അതും PWBD ജനറൽ കാറ്റഗറിക്ക് 10 വർഷവും, OBC ആകുമ്പോൾ 10 + 3 13 വർഷവും, SC/ST ആകുമ്പോൾ 10 + 5 15 വർഷവും റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ ഏജ് ലിമിറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വന്നേക്കുന്നത്. അടുത്തത് എസൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. നമുക്ക് SBI ക്ലർക്ക് ഡിമാൻഡ് ചെയ്യുന്ന അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ SBI PM ഡിമാൻഡ് ചെയ്യുന്നത്. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഒരു ബിരുദം ഉണ്ടാവണം. അത് ഏത് ഡിസിപ്ലിൻ ആയാലും നിങ്ങൾക്ക് പെർസെൻറ്റേജ് മാർക്കിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2025 ഏപ്രിൽ 30 നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു പ്രൂഫ് കാണിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ്റെ പാറ്റേൺ നോക്കാം. ആദ്യം പ്രിലിമിനറി എക്സാമിനേഷനാണ്. ഇതൊരു എലിമിനേഷൻ പ്രോസസ്സ് തന്നെയാണ്. ഇതിൻ്റെ മാർഗമൊന്നും നമുക്ക് ഫൈനൽ ലിസ്റ്റിലായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ആദ്യം ഇതിനകത്ത് എത്ര സബ്ജക്റ്റ് ഉണ്ടെന്ന് നോക്കാം. 3 സബ്ജക്റ്റാണ്: ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 20 മിനിറ്റ്. ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ്. ടോട്ടൽ 100 ചോദ്യങ്ങൾ 100 മാർക്ക്. 1 മണിക്കൂറാണ് പ്രിലിംസ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. അടുത്തത് മെയിൻസ് പരീക്ഷ. റീസണിംഗ്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ 60 മാർക്ക് 50 മിനിറ്റ്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 30 ചോദ്യങ്ങൾ 60 മാർക്ക് 45 മിനിറ്റ്. ജനറൽ അവയർനെസ് 60 ചോദ്യങ്ങൾ 60 മാർക്ക് 45 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 20 മാർക്ക് 40 മിനിറ്റ്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്നല്ല പറഞ്ഞേക്കുന്നത്, DI എന്നാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ DI തന്നെ ആയിരിക്കും. പിന്നെ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ 60 മാർക്ക് എന്ന് പറഞ്ഞു. ചില ചോദ്യങ്ങൾക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇംഗ്ലീഷിന് 40 ചോദ്യങ്ങൾ 20 മാർക്കാണ്. അപ്പം 1/2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും സാധ്യത.
ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ പരീക്ഷയുണ്ട്. അതിനകത്തിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഇമെയിൽസ്, റിപ്പോർട്ട് റൈറ്റിംഗ്, സിറ്റുവേഷൻ അനാലിസിസ് ഒക്കെ ആയിരിക്കും. അത് 50 മാർക്കിൻ്റെ ആണ്. ടോട്ടൽ 250 മാർക്കിനാണ് മെയിൻസ് എക്സാം നടക്കുന്നത്. നമുക്ക് ഇനി സെലക്ഷൻ പ്രോസസ്സിൻ്റെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടം ഏതാണെന്ന് നോക്കാം. ഫേസ് 3 വരുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ്, അതുപോലെ ഗ്രൂപ്പ് എക്സസൈസ്, പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിങ്ങനെയാണ്. ഗ്രൂപ്പ് എക്സസൈസിന് 20 മാർക്കും പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 30 മാർക്കും, ടോട്ടൽ 50 മാർക്കാണ് ഈ സെഷനിൽ വരുന്നത്. നമുക്ക് ബാങ്കിൻ്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് SBI PO മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് മെയിൻസിൻ്റെ എക്സാമിൻ്റെ മാർക്കും അതുപോലെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ്. അത് ടോട്ടൽ ചെയ്യുന്നത് വെച്ചാൽ മെയിൻസിൻ്റെ ടോട്ടൽ മാർക്ക് 250 ആണ്, നമ്മളതിനെ നോർമലൈസ് ചെയ്ത് 75 ആക്കും. അതുപോലെ ഈ സെഷൻ്റെ ടോട്ടൽ മാർക്ക് 80 ആണ്, അതിനെ നോർമലൈസ് ചെയ്ത് 25 ആക്കും. ടോട്ടൽ അപ്പോൾ 100 മാർക്കിൽ എത്ര മാർക്ക് എന്ന അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് മെയിൻസും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് പരിഗണിച്ചാണ് നമുക്ക് റിസൾട്ടിലേക്ക് വരുന്നത്. പ്ലംസ് ഇതിൻ്റെ ഒരു ജസ്റ്റ് എലിമിനേഷൻ പ്രോസസ്സ് മാത്രമാണ്. അടുത്ത നമുക്ക് പേ സ്കെയിൽ നോക്കാം. 48,480 ആണ് ബേസിക് പേ എങ്കിൽ തന്നെയും ഒരുപാട് അലവൻസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കിട്ടും. അതുപോലെ നിങ്ങൾ പോസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ പ്ലേസ്ഡ് ആവുന്ന ഏത് സിറ്റി ആണെങ്കിലും ആ സിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ പേയ്മെൻറ്റിന് അതിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നമുക്കൊരു ഡിഗ്രി ഹോൾഡർ, ഒരു ഗ്രാജുവേഷൻ പാസ്സാവുന്ന ഒരാളെ സംബന്ധിച്ച്, ഗ്രാജുവേറ്റ് ആവുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് SBI PO. തീർച്ചയായിട്ടും അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ ആരും മടിക്കരുത്, അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കാം. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം. കൊച്ചി എറണാകുളം അല്ല, കൊച്ചി അല്ലെങ്കിൽ എറണാകുളം. ഇത് ഇത്രയാണ് നമുക്ക് പ്ലിംസ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സ് ആണ്. ഇനി മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് എറണാകുളവും തിരുവനന്തപുരമാണ് സെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വൈഡ് സെൻറ്റേഴ്സ് നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഈ എക്സാം ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ല, നമുക്ക് വേക്കൻസി തന്നേക്കുന്നത് ടോട്ടൽ വേക്കൻസിയാണ്. അത് നാഷണൽ വൈഡ് എക്സാമാണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസാണ്. SC ST PWBD കാൻഡിഡേറ്റ്സിന് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ ജനറൽ OBC കാറ്റഗറിക്ക് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. നമുക്ക് ഈ വെബ്സൈറ്റ് വഴി SBIയുടെ ഈ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഓവർവ്യൂ. അപ്പോൾ SBI നമുക്ക് 2024 ഡിസംബറിൽ തന്നെ 2 നോട്ടിഫിക്കേഷൻ തന്നു. SBI ക്ലർക്ക്, SBI PO. അപ്പോൾ നമുക്ക് ഏകദേശം ഒരുപോലത്തെ ഒരു പ്രിപ്പറേഷൻ നടത്തിയാൽ തന്നെ നമുക്ക് ഈ 2 എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു SBI എംപ്ലോയി ആവാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്മാർട്ട് വേ ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, IBS ജനുവരി 2 മുതൽ തുടങ്ങുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ക്രാഷ് ബാച്ചുകളുടെ ഭാഗമാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നത വിജയം നേടാൻ പറ്റും. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും അല്ലെങ്കിൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കും റിവിഷൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വേണ്ടി ചിട്ടപ്പെടുത്തിയ ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും IBSന്റെ ഭാഗമാകൂ. നിങ്ങൾക്കും ഒരു SBI ക്ലർക്കോ PO ഒക്കെ ആകാൻ പറ്റും.